വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. ഏറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ എത്തിയിട്ടുള്ളത്. എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ RS പണിക്കർ സാറാണ്. സാറ് മുൻ PSC അംഗമാണ്, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയാണ്. ഈ ഒരു മേഖലയെക്കുറിച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് സാർ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ സാറിനെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സാറിനെ കുറിച്ച് നമുക്കറിയാം, പക്ഷെ സാറിൻ്റെ ഫാമിലി പശ്ചാത്തലം അതൊന്ന്. ഫാമിലി പശ്ചാത്തലം, എൻ്റെ വൈഫ് യൂണിവേഴ്സിറ്റിയിൽ ഡെപ്യൂട്ടി രജിസ്ട്രാറായിരുന്നു. എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മകൾ സ്വിറ്റ്സർലൻഡിലാണ്, അവൾ WHO വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ IT മേഖലയിലാണ്, അയാൾ ബാംഗ്ലൂരാണ്. മൂന്നാമത്തെ ആൾ നാട്ടിലുണ്ട്, അയാൾ ഈ ചില സ്വകാര്യ കമ്പനികളാണ്. ആരും PSCന്ന് ആർക്കും ജോലി കിട്ടിയിട്ടില്ല. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, മക്കളാരെങ്കിലും PSCന്ന് ജോലി കിട്ടിയവരുണ്ടോ? ഒരാൾക്ക് പോലും അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിലെ അടൂരിനടുത്ത് കടമ്പനാട് എന്ന് പറയുന്ന സ്ഥലമാണ്. കടമ്പനാട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രശസ്ത കവി KG ശങ്കരപ്പിള്ള കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ജന്മനാടും കടമ്പനാടാണ്. ശ്രീമതി KR മീര കേട്ടിട്ടുണ്ടോ? അവരുടെയും നാട് തൊട്ടടുത്താണ്. പക്ഷേ അവർ പഠിച്ചത് എൻ്റെ സ്കൂളിൽ, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ്, കടമ്പനാട് HSലാണ്. അപ്പം അങ്ങനെ കടമ്പനാട് ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട് എന്ന് പറയാൻ, കടമ്പനാട്ടുകാരൻ ഒരാൾ. ഞാൻ ഡിഗ്രി പാസ്സാകുന്ന 69ലാണ്. ഡിഗ്രിയാണ്, ഇംഗ്ലീഷ് BA ആണ് ഞാൻ. അന്ന് PG എന്നൊന്നും പറഞ്ഞാൽ അങ്ങ് വടക്കേ ഇന്ത്യയിലൊക്കെ പോകണം, അതിനുള്ള സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പല ടെസ്റ്റുകളൊക്കെ എഴുതി നിൽക്കുമ്പോഴാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അസിസ്റ്റൻ്റ് തസ്തിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നത്. കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് ഒരു വിദൂര സ്ഥലമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങളെ അന്ന് വിളിക്കുന്ന സ്റ്റേറ്റുകാരെന്നാണ്. കാരണം അതിനൊരു അങ്ങനെ അറിയാമല്ലോ, സ്റ്റേറ്റുകാരെന്ന്. അന്ന് 2 ട്രെയിനൊക്കെ കയറി വേണം ഇവിടെ വരാൻ തന്നെ. എന്തോ അപ്ലൈ ചെയ്തു. തൃശ്ശൂർ വെച്ച് ആണ് ടെസ്റ്റ് നടത്തുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ആലപ്പുഴയ്ക്ക് വടക്കോട്ട് ആദ്യത്തെ യാത്ര തന്നെ ഈ ടെസ്റ്റ് എഴുതാൻ വേണ്ടി തൃശ്ശൂർ വരുന്നത്. തൃശ്ശൂർ ടെസ്റ്റ് എഴുതി. അത് ഒരു ഒക്ടോബർ മാസത്തിലാണ്, ഒരു നവംബർ മാസത്തിലാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ എൻ്റെ ഇൻ്റർവ്യൂ നടത്തുന്നു. അന്ന് പ്രൊഫസർ M. മുങ്കിനിയാണ് അന്ന് വൈസ് ചാൻസലർ. അന്ന് നോമിനേറ്റഡ് സിൻഡിക്കേറ്റുമാണ്, നമ്മുടെ എലക്റ്റഡ് സിൻഡിക്കേറ്റിനൊന്നും വന്നിരുന്നില്ല. ഇൻ്റർവ്യൂവിന് വന്നു, ഒരു പരിചയമില്ല. ആദ്യമായിട്ടാണ് ഞാൻ മലപ്പുറം കോഴിക്കോട് കാണുന്നത്, ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കാണുന്നത്. ഒരു പരിചയമില്ല, ഒരു മനുഷ്യനെയും പരിചയമില്ല. എന്തായാലും ധൈര്യത്തിന് വന്നു. അന്നത്തെ വൈസ് ചാൻസലർ ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരനാണ്, ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളൊക്കെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഈ എഴുത്ത് പരീക്ഷയിലും കൂടുതൽ ചോദ്യങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അത് കുറച്ചുകൂടെ സിമ്പിളായിരുന്നു. അപ്പം നമുക്കത് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ആ ഇൻ്റർവ്യൂ എന്തായാലും നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം എനിക്കന്ന് 25 or 26 റാങ്കാണ് കിട്ടിയത്. 200 പേരുടെ ഒരു ടെസ്റ്റ്. എനിക്കുള്ള ഒരു, ഞാൻ ഈ PSC ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു ശുപാർശയില്ലാതെ, അന്ന് ശുപാർശയ്ക്ക് ചിന്തിക്കാൻ പോലും ഇല്ലാത്ത ഒരു അവസരത്തിലാണ് എനിക്ക് ഈ സർവകലാശാലയിൽ ജോലി കിട്ടുന്നത്. ആ ഒരു ഓർമ്മ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉടനീളം സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം ഒരു ശുപാർശയും ഇല്ലാതെയും ആളുകൾക്ക് ജോലി ലഭിക്കണം. ഞാൻ PSCയിലിരിക്കുന്ന സമയത്തും സിൻഡിക്കേറ്റിലുള്ള സമയത്തുമൊക്കെ ആ ഒരു തത്വം മുറുകെ പിടിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഒരു മഹാമനസ്കത, അവരുടെ ഒരു സുതാര്യത, അവരുടെ ഒരു സത്യസന്ധത കൊണ്ട് മാത്രമാണ് എനിക്ക് സർവകലാശാലയിൽ ജോലി കിട്ടിയത്. അങ്ങനെയാണ് 25ാമത്തെ റാങ്കാണെങ്കിലും ഞാനിങ്ങനെ ആ പ്രോസസ്സിൽ റിട്ടൺ ടെസ്റ്റ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പാസ്സാകുന്നു. അതിൽ കുറച്ച് പേര് കൊഴിഞ്ഞു പോകുന്നു. എൻ്റെ മുകളിലുള്ള കുറേ ആളുകൾ കൊഴിഞ്ഞുപോയി. പിന്നെ കുറേ ആളുകൾ ലീവ് എടുത്തു പോയി. അങ്ങനെ കുറച്ച് ഞാൻ വീണ്ടും മുകളിലേക്ക് കയറുന്നു. കറങ്ങി വന്നപ്പോൾ റിട്ടയർ ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ സീനിയർ നമ്പർ 1 ആയി, സീനിയർ മോസ്റ്റായി. അതിന് മുമ്പുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ റിട്ടയർ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ജോയിൻറ്റ് രജിസ്ട്രാറുടെ പദവിയിൽ വരെ ഇരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചത്. ആ ഒരൊറ്റ സാധ്യത കൊണ്ടാണ് സീനിയർ മോസ്റ്റ് എന്നുള്ളത്. അതാണ് എൻ്റെ ഒരു ജീവചരിത്രം ചുരുക്കത്തിൽ. ഇപ്പോൾ സാറ് പറഞ്ഞു പത്തനംതിട്ട ജില്ലയിലെ അടൂർക്കാരനായിട്ടുള്ള ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു RS പണിക്കർ എന്ന് പറയുന്ന, ഇന്നിപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ എത്തിയിട്ടുള്ള മുൻ PSC മെമ്പർ എന്നുള്ള നിലയ്ക്ക് സാറിനെ പരുവപ്പെടുത്തുന്നതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വഹിച്ച പങ്കൊന്ന് വിശദീകരിക്കാമോ? അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് എന്നെ, ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ R. ശരത്ചന്ദ്ര പണിക്കരായിരുന്നു. ആ പേര് RS പണിക്കരെന്ന് ചുരുക്കി എന്നെ വലുതാക്കിയത് കാലിക്കറ്റ് സർവകലാശാലയാണ്. എൻ്റെ സർവകലാശാലയിലുള്ള അനുഭവങ്ങൾ, എൻ്റെ സൗഹൃദങ്ങൾ, എൻ്റെ ബന്ധങ്ങൾ, അത് സർവകലാശാല മാത്രമല്ല, ഈ
പ്രദേശം പറഞ്ഞു. അത് അത്രമാത്രം ഞാൻ ഈ സ്ഥാപനത്തോടും ഈ പ്രദേശത്തോടും കടപ്പെട്ടതാണ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും എന്താകുമായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ് എനിക്ക് മറ്റു ചില ജോലികൾ കിട്ടാതിരുന്നത്. എനിക്കൊരു ജോലി നഷ്ടപ്പെട്ട ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് പോസ്റ്റ് ഓഫീസിൽ. പോസ്റ്റ് ഓഫീസിൽ അന്ന് SSLCയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലർക്കന്മാരെ എടുക്കുന്നത്. ഞാൻ വളരെ ആവശ്യം ജോലിയില്ലാതെ നിൽക്കുന്ന സമയത്ത് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് PMG ജംഗ്ഷനിലുള്ള ആ ഓഫീസിൽ പോയിട്ട് റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ എൻ്റെ മാർക്കിൻ്റെ തൊട്ട് മുകളിലുള്ള മാർക്ക് വരെയുള്ള ആളുകളെയാണ് ആ ലിസ്റ്റിൽ. അപ്പോൾ ഞാനിപ്പം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആലോചിച്ചത് അത് ജോലി കിട്ടാതിരുന്ന എത്ര നന്നായി. കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും ഗ്രാമപ്രദേശത്തൊരു പോസ്റ്റ് മാസ്റ്ററായിട്ട് ചെന്നൈയിൽ പോകുക. മറ്റൊരു ജോലി എനിക്ക് നഷ്ടപ്പെട്ടത് AG's ഓഫീസിലാണ്. അതുപോലെ ഇതുപോലെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി എന്നെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവിടെയും ഞാൻ ആലോചിക്കുകയാണ്, അവിടെയും ചെന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നെ സർക്കാർ ടെർമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. എൻ്റെ സ്വഭാവം വെച്ച്, എൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ സ്വഭാവം വെച്ച് അവിടെ പലരെയും പിരിച്ചുവിട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും പിരിച്ചുവിടപ്പെടുമായിരുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ അവിടുത്തെയും ഒരു ജോലിയായിട്ട് ഇത്രയും സ്വതന്ത്രമായ, ഇത്രയും അക്കാഡമിക്കായിട്ടുള്ളൊരു മേഖലയിൽ അതിൻ്റെ ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിട കല്ലിന് കൊണ്ട് ഒരു സൗരഭ്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എനിക്ക് കിട്ടിയുള്ള സൗഹൃദങ്ങൾ, പ്രൊഫസർ MGS പോലുള്ള ആളുകൾ, പ്രൊഫസർ ഡോക്ടർ മൂസ ബക്കറെ പോലുള്ള സാധനം, അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ അറിയാമല്ലോ. എല്ലാ ആളുകളുമായിട്ട് ആ സിറ്റിക്കിൽ വന്നിട്ടുള്ള ആളുകൾ, പുറത്തുള്ള ആളുകൾ, എൻ്റെ രാഷ്ട്രീയ ബന്ധമൊക്കെ തുടങ്ങുന്നത് സർവകലാശാലയിൽ വന്നതിന് ശേഷം. അതിനൊക്കെ പ്രേരകമായിട്ട് എൻ്റെ സംഘടനാ പ്രവർത്തനം. അപ്പോൾ എൻ്റെ സംഘടന, യൂണിവേഴ്സിറ്റി സംഘടന, അതിൽ കൂടിയാണ് ഞാൻ പരുവപ്പെട്ടു വന്നതും ഞാൻ വളർന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായതൊക്കെ അതുകൊണ്ട് അത്രമാത്രം ഈ കടപ്പാടുള്ളതുകൊണ്ടാണ് ഞാനിത് വിടാതെ. യൂണിവേഴ്സിറ്റി വിട്ടിട്ടില്ല ഞാനിപ്പോഴും. ഉണ്ടോ? ഇല്ല. ഞാനിപ്പോൾ ഈ ഗാന്ധി ചേർന്നൊക്കെയുള്ള ഒരു പേരിൽ ഈ യൂണിവേഴ്സിറ്റിയോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ സാർ, ആദ്യമായിട്ട് ഈ ഒരു PSC പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ PSCയെ കുറിച്ച് വലിയൊരു അവബോധമില്ലാത്ത കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവരോടൊക്കെ സാറിന് ഈ ഒരു PSC പരീക്ഷയുടെ ഒരു ഗുണത്തെക്കുറിച്ചും അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റിനെ കുറിച്ചൊക്കെ സാറിനൊന്ന് വിശദീകരിക്കാമോ? PSC എന്ന് പറയുന്ന സ്ഥാപനം ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നുള്ള എല്ലാവർക്കും അറിയാം, കുട്ടികൾക്കും അറിയാം. ഇന്ന് ഏറ്റവും സുതാര്യമായിട്ടും നിഷ്പക്ഷമായിട്ടും നിയമനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ നിയമന പ്രോസസ്സ് നടത്തുന്ന ഒരു സ്ഥാപനം പബ്ലിക് സർവീസ് കമ്മീഷനാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ PSCകളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ കേരള PSC വിശ്വാസ്യതയിലും മികവിലും വളരെ മുന്നിലാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അടുത്ത കാലത്ത് PSCയെക്കുറിച്ച് കുറേ ആക്ഷേപങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും PSCയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചും വലിയ ആക്ഷേപമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി ലഭിക്കുക, അത് PSC വഴി ലഭിക്കുക എന്നുള്ളതൊരു അഭിമാനത്തിൻ്റെയും അന്തസ്സിൻ്റെയും തൻ്റെ കഴിവിൻ്റെയും കൂടി ഒരു തെളിവായിട്ട് അവർക്കത് കരുതാവുന്നതാണ്. അതാണ് PSCയെക്കുറിച്ച് ആളുകൾ അഭിമാനത്തോടില്ല. എനിക്ക് PSC സെലക്ഷൻ കിട്ടി എന്ന് പറയുന്നത് അഭിമാനം. ഒരു പ്രൈവറ്റ് സ്കൂളിലോ ഒരു പ്രൈവറ്റ് കോളേജിലോ നിയമനം കിട്ടുന്നതിനേക്കാളും ആളുകൾ അഭിമാനത്തോടെ പറയുന്നത് എനിക്ക് PSC വഴി നിയമനം കിട്ടിയത്. ഇപ്പം PSCക്ക് പഠിക്കുക എന്നുള്ള ഒരു പുതിയ ശൈലി കൂടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു PSCക്ക് അങ്ങനൊരു പഠനമൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ആളുകൾ അങ്ങനെ അതിനെ കരുതുന്നുണ്ട്. കോവിഡിന് ശേഷം, അതായത് ഒരു പോസ്റ്റ് കോവിഡ് ഇയറയിൽ നമുക്ക് PSC ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കുറേ പേരെങ്കിലും ഈ ഒരു PSC പഠന മേഖലയിലേക്കും അല്ലെങ്കിൽ സർക്കാർ ജോലി വേണമെന്നുള്ള ഒരു തോന്നലിലേക്കും വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് സാറിന് മനസ്സിലായിട്ടുണ്ടോ? അതിൻ്റെ കാരണം കോവിഡ് തന്നെയാണ്. ആ കോവിഡ് കാലം എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ് നീണ്ടു നിന്നല്ലേ. ആ ഒരു വർഷം ഏറ്റവും സുരക്ഷിതരായിരുന്നവർ സർക്കാർ ജീവനക്കാരും അല്ലെങ്കിൽ അധ്യാപകരും മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് അവരുടെ തൊഴിലവസരങ്ങൾ ഒക്കെ അടച്ചുപൂട്ടപ്പെട്ടിരുന്നു. അവരുടെ തൊഴിൽ മേഖല എല്ലാം സ്തംഭനാവസ്ഥയിലായി. ഒരുപാട് പേര് യഥാർത്ഥത്തിൽ പട്ടിണിയായിപ്പോയി. അന്ന് ഒരു പ്രശ്നമില്ലാതെ പോയത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. മാസശമ്പളം കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. ജോലി വീട്ടിൽ പോകാതെ ഓഫീസിൽ പോകാതെ തന്നെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അത് സത്യത്തിൽ സമൂഹത്തിലൊരു വലിയ മെസ്സേജ് മാത്രമല്ല, ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അപ്പോഴാണ് ആളുകൾക്ക് തോന്നുന്നത് ഇത് ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും സൗകര്യപ്രദമായ ഒരു തൊഴിൽ മേഖല PSC കൂടി ലഭിക്കുന്ന സർക്കാർ ഉദ്യോഗം തന്നെയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളും എയ്ഡഡ് കോളേജുകളും ഒക്കെ അതിൽ വരുന്നുണ്ട്. അത് ആ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ വേണം നമ്മളതിനെ നോക്കി കാണാൻ.
സാർ അതുപോലെ ഈയിടെ വന്നിട്ടുള്ള ഒരു റിസർവേഷൻ കാറ്റഗറിയാണ് EWS എന്ന് പറയുന്നത്. അപ്പോൾ ഈ EWSുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾ സാധാരണ ഇതുവരെ ഉണ്ടായിരുന്ന റിസർവേഷൻ തത്വം എന്ന് പറയുന്നത് 50-50, 50% റിസർവേഷൻ കമ്മ്യൂണിറ്റികൾക്കും 50% മെറിറ്റിനും. അതിന് OC എന്നാണ് ഞങ്ങൾ പറയുക, മറ്റേ BC OC. അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ 10% EWSന് കൊടുത്തിരിക്കുന്നത്. EWS എന്ന് പറഞ്ഞാൽ ഇതുവരെ റിസർവേഷൻ ലഭിച്ചിട്ടില്ലാത്ത വിഭാഗങ്ങൾ. നമ്മളത് സാധാരണ ഭാഷയിൽ മുന്നോക്ക സംവരണം എന്നങ്ങ് പറയുന്നു. അങ്ങനെ മുന്നോക്ക സംവരണം എന്ന് പറഞ്ഞാൽ ഇതുവരെ റിസർവേഷൻ ലഭിക്കാതിരുന്ന വിഭാഗങ്ങൾക്ക് നൽകുന്ന, അവരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് നൽകുന്ന ഒരു റിസർവേഷനായിരുന്നു. അത് 10% ഇപ്പം സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് റിസർവേഷൻ്റെ കോട്ട 50-ൽ നിന്ന് 60% വർദ്ധിച്ചു. മെറിറ്റ് 50-ൽ നിന്നും 40 ചുരുങ്ങി. അപ്പോൾ റിസർവേഷൻ കമ്മ്യൂണിറ്റികൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായി എന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. അവരുടെ റിസർവേഷൻ അതേപടി നിലനിൽക്കുന്നുണ്ട്. നഷ്ടം അല്ലെങ്കിൽ അല്പം കുറവ് സംഭവിച്ചിട്ടുള്ളത് മെറിറ്റിലുള്ളവർക്കാണ്. മെറിറ്റിൽ മാത്രം കിട്ടാൻ സാധിക്കും. അപ്പോൾ മെറിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം ആളുകൾക്ക് മെറിറ്റിലൊരു അവസരമുണ്ട്, റിസർവേഷനിലൊരു അവസരമുണ്ട്. അപ്പോൾ ഒരു തുല്യത സത്യത്തിൽ വന്നിട്ടുണ്ടെന്നാണ് അതിനകത്ത് നമുക്ക് മനസ്സിലായത്. കഴിഞ്ഞ കാലങ്ങളിൽ റിസർവേഷൻ ഇല്ലാതിരുന്ന കമ്മ്യൂണിറ്റികൾക്ക് അവർക്ക് മെറിറ്റിൽ തന്നെ നോക്കിയിരിക്കണമായിരുന്നു. അതിലൊരു വിഭാഗത്തിനെങ്കിലും, ചെറിയൊരു വിഭാഗമാണെങ്കിൽ പോലും 10% ആളുകൾക്ക് രണ്ടിടത്തും ഇപ്പോൾ അവസരമുണ്ട്. മെറിറ്റിലും അവസരം കിട്ടുന്നു, EWSലും കിട്ടുന്നു. അതുപോലെ മറ്റ് പിന്നോക്ക സമുദായങ്ങൾക്ക് രണ്ടിടത്തും ഉണ്ട്. പിന്നോക്ക സമുദായങ്ങൾക്ക് റിസർവേഷനിലേ കിട്ടുള്ളൂ എന്ന് ധരിക്കരുത്. അങ്ങനെ ചില തെറ്റിദ്ധാരണ ചില പിന്നോക്ക സമുദായ സംഘടനകൾക്കൊക്കെ ഉള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് തെറ്റാണ്. നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ ആ റൊട്ടേഷൻ അനുസരിച്ചും അത് പരിശോധിക്കുമ്പോഴൊക്കെ അറിയാം, ഈ റിസർവേഷൻ കമ്മ്യൂണിറ്റികളുള്ള ആളുകൾക്ക് മെറിറ്റിലും കിട്ടും, മെറിറ്റിലും കിട്ടാം. അതിനുള്ള ആ റൊട്ടേഷൻ്റെ രീതി അങ്ങനെയാണ് നടക്കുന്നത്. അതിനകത്ത് ചില സാങ്കേതികത്വമൊക്കെ ഉണ്ട്. അത് അത്ര ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ സാധാരണ ഒരു ഉദ്യോഗാർത്ഥി മനസ്സിലാക്കേണ്ടതില്ല. ഇങ്ങനെ എത്രയെങ്കിലും മിനിമം മനസ്സിലാക്കണം. തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ധാരാളം മതിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞതിൻ്റെ ഇടയിൽ റൊട്ടേഷൻ ചാർട്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ റൊട്ടേഷൻ ചാർട്ട് എന്നും അതിൻ്റെ രീതി എന്താണെന്നും ഒന്ന് വിശദീകരിക്കാം? അത് സിമ്പിളായിട്ട് അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷേ എങ്കിലും റൊട്ടേഷൻ എന്ന് പറയുന്നത് റിസർവേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ റിസർവേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ ഉള്ള ആ ഒരു പ്രോസസ്സിനെയാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു റാങ്ക് ലിസ്റ്റ്, വലിയ റാങ്ക് ലിസ്റ്റുകളൊക്കെ ആണെങ്കിൽ അത് 100ൻ്റെ ഒരു ലിസ്റ്റായിട്ട് അതിനെ മാറ്റും. അതിൽ തന്നെ 20ൻ്റെ ഒരു സ്ലോട്ടായിട്ട് അതിനെ ചുരുക്കും. 10-10. അപ്പോൾ 20ൻ്റെ ഒരു സ്ലോട്ടിൽ 10 റിസർവേഷനും 10 മെറിറ്റും. ആ റിസർവേഷൻ ഒരു പാറ്റേൺ ഉണ്ട്. ഫസ്റ്റ് എപ്പോഴും OC ഓപ്പൺ കമ്മ്യൂണിറ്റിക്കാണ്. സെക്കൻഡ് റിസർവേഷൻ നിലവിലുള്ള നിയമം അനുസരിച്ച് ഈഴവ കമ്മ്യൂണിറ്റിക്കാണ്. തേർഡ് വീണ്ടും ഓപ്പൺ. ഫോർത്ത് പോസ്റ്റ് പോകുന്നത് SC STക്കാണ്. 5th ഓപ്പൺ, 6th മുസ്ലിം, 7th ഓപ്പൺ, 8th LC എന്ന് പറയുന്ന ഒരു 9th ഇതുവരെ OC ആയിരുന്നു. ആ 9th ആണ് ഇപ്പോൾ EWS ആയിരിക്കുന്നത്. 10 OBC. ഈ OBC എന്ന് പറയുന്നത് ഒരു 19 ചെറിയ സാമുദായിക സംഘടനകൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തിനെയാണ് OBC എന്ന് പറയുന്നത്. ചിലരൊക്കെ ചോദിക്കുന്നു ഈഴവ OBC അല്ലേ? അത് പക്ഷേ അവർക്ക് സെപ്പറേറ്റ് കോട്ടയുണ്ട്. മുസ്ലിമിനും സെപ്പറേറ്റ് കോട്ടയുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് കോട്ടയുള്ള കുറച്ച് OBCകളിലാണ് ഈഴവ, മുസ്ലിം, ധീവര, വിശ്വകർമ്മ, അതർ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് എന്നൊക്കെ, ലാറ്റിൻ കാത്തലിക്സ് എന്നൊക്കെ പറയുന്ന ക്രിസ്ത്യൻസ്, അങ്ങനെ കുറച്ച് ആളുകളെ നമ്മൾ അവർക്ക് സെപ്പറേറ്റ് കോട്ട 1% തൊട്ട് 14% വരെ, ഈഴവസിന് 14% വരെയുണ്ട്. മനസ്സിലാവും. മുസ്ലിംസിന് 12% ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ ഇതിനെ, ഈ പ്രോസസ്സിനെയാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ചില സാങ്കേതികത്വമുണ്ട്. അത് വളരെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുമ്പോഴാണ് ഒരു തെറ്റുമില്ലാതെ ചെയ്യാൻ കഴിയുന്നത്. അതിന് നിങ്ങൾ ചിലപ്പോൾ NJD എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. NJD എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ആ ഭാഗത്തില്ലെന്നിരിക്കട്ടെ, ആ റാങ്ക് ലിസ്റ്റ് ഇല്ലാതെ വന്നാൽ നമ്മൾ NJD ആയിട്ട് അത് നിർന്നു, നോൺ ജോയിനിങ് ഡ്യൂട്ടി. അപ്പോൾ അതങ്ങനെ നിലനിർത്തും. അടുത്ത സ്ലോട്ട് വരുന്ന സമയം വരുമ്പോൾ അതെപ്പോഴും നമ്മളതിന്, എപ്പോഴാണോ ആ ഒരു വിഭാഗം റാങ്ക് ലിസ്റ്റ് വരുന്നത്, അടുത്ത റാങ്ക് ലിസ്റ്റിലായിരിക്കും ചില വരുന്നത്, അപ്പോഴേ അത് ഫില്ലപ്പ് ചെയ്യും. അത് ആദ്യം ഫില്ല് ചെയ്തതിന് ശേഷം, അപ്പോഴെന്താ ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് കുട്ടികൾ ആദ്യം ചിലപ്പോൾ കിട്ടിയെന്നുമില്ല. കാരണം ഈ NJDകൾ ഫില്ല് ചെയ്യാനുണ്ടാവും. അത് ഫില്ല് ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റിൽ നിന്നും മറ്റ് അപ്പോയിൻമെൻറ്റുകൾ നടത്താൻ പാടുള്ളൂ എന്നാണ് നിലവിലുള്ള നിയമം.
നിയമങ്ങളൊക്കെ മാറാം, എപ്പോൾ വേണമെങ്കിലും മാറാം. ഇപ്പം തന്നെ വല്ലതും മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു 14 വർഷം മുമ്പുള്ള അവസ്ഥ വെച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. മാറിയിട്ടില്ലെന്ന് അതിൻ്റെ NJD ഒക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ അതിനെക്കുറിച്ച് ചില സംശയങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സാറ് PSCയുടെ ഇൻ്റർവ്യൂ പാനലിൽ ഒരുപാട് വർഷം ഇരുന്ന ആളാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എല്ലാ തസ്തികകൾക്കും ഇൻ്റർവ്യൂ ഇല്ല. പക്ഷേ ഇൻ്റർവ്യൂ ഉള്ള തസ്തികകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇൻ്റർവ്യൂ. അധ്യാപക തസ്തികകൾക്കെല്ലാം ഇൻ്റർവ്യൂ നിർബന്ധമാണ്. അതുപോലെ തന്നെ പ്രത്യേക സ്കില്ല് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന തസ്തികകൾക്ക് PSC അപ്പോഴപ്പോൾ തീരുമാനിക്കും ഇൻ്റർവ്യൂ വേണോ വേണ്ടയോ എന്നുള്ളത്. അധ്യാപക തസ്തികകൾക്ക് എന്തായാലും ഇൻ്റർവ്യൂ നിർബന്ധമാണ്. അത് അങ്ങനെ ആണല്ലോ. അതിൽ ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ അക്കാഡമിക് അറിവും പരിശോധിക്കാൻ മാത്രമുള്ളതല്ലത്. അതവരുടെ റിട്ടൺ ടെസ്റ്റിൽ കൂടി നമ്മൾ പരിശോധിച്ചു. അതിൻ്റെ രേഖ നമ്മുടെ കയ്യിലുണ്ട്. അവർക്ക് എത്ര മാർക്ക് കിട്ടി, അവർക്ക് ആ ടെസ്റ്റിൽ എത്ര മാത്രം അവർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഈ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ്, ഈ കുട്ടിക്ക് ഇതിനുള്ള സ്കില്ലുകൾ, ആ കുട്ടിയുടെ മറ്റ് സാമൂഹ്യ ബോധം, ഈ കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഇൻ്റർവ്യൂവിൻ്റെ പരമപ്രധാനമായ ഒരു ലക്ഷ്യം. ഒരു കുട്ടിക്ക് എന്തറിയില്ല എന്നുള്ളതല്ല അന്വേഷിക്കുന്നത്. ഒരു ഐഡിയൽ ഇൻ്റർവ്യൂവിൽ ഞാൻ വിശ്വസിക്കുന്നത്, എല്ലാവരുടെയും എനിക്കറിയില്ല, ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്തറിയില്ല എന്നുള്ളത്, ആ കുട്ടിക്ക് എന്തൊക്കെ അറിയാം എന്നുള്ള ഒരു അന്വേഷണമായിരിക്കണം ഒരു ഐഡിയൽ ഇൻ്റർവ്യൂ. അപ്പോൾ അങ്ങനെയാണ്. അല്ല, ഒരു കുട്ടിയോട് വെറുതെ എന്തെങ്കിലുമൊക്കെ കയറി ചോദിച്ചിട്ട് ആ കുട്ടി ഇത്ര ചോദ്യത്തിന് ഉത്തരം നൽകി, ഇത്ര ചോദ്യത്തിന് ഉത്തരം നൽകി, അതുകൊണ്ട് ഇത്രയും മാർക്ക് എന്നുള്ള ഒരു സിസ്റ്റം ഇതുവരെ PSC ഒരു ഐഡിയൽ സിറ്റുവേഷനിൽ ചെയ്യില്ല. ആ കുട്ടിയുടെ ടേസ്റ്റ് എന്താണ്, ആ കുട്ടിക്ക് എന്തെല്ലാം മേഖലകളാണ് താല്പര്യമുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു ടീച്ചർ തസ്തികയ്ക്ക് ഇൻ്റർവ്യൂവിന് വരുന്ന കുട്ടി, ആ കുട്ടിയോട് സാധാരണ UP സ്കൂളായാലും ഹൈസ്കൂളായാലും, പ്രത്യേകിച്ചും ഭാഷാധ്യാപകരുടെ കേസിലാണെങ്കിൽ കുട്ടിക്ക് കവിത ചൊല്ലാൻ അറിയാവുന്ന, ആ കുട്ടി മനോഹരമായിട്ടൊരു കവിത ചൊല്ലിയാൽ അത് തന്നെ മതി ആ കുട്ടിക്ക്, അല്ലേ? പോരെ? പിന്നെ കൂടുതൽ ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യമില്ല. ആ കവിത ചൊല്ലാൻ അത് കുട്ടി. ഇനി അതല്ല, ഡ്രാമയാണ്, ആ കുട്ടിക്ക് ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് മതി. അപ്പോൾ ആ സ്കില്ലുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ പിന്നെ ക്ലാസ് എടുക്കുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ എന്നുള്ളിൽ പരിശോധിക്കാൻ നമ്മൾ കുട്ടിയോട് 1-2 മിനിറ്റ് ഒന്ന് ക്ലാസ് എടുക്കുക, ഇന്ന ടോപ്പിക്കിൽ ഒരു ക്ലാസ് എടുക്കാമെന്ന് ചോദിച്ചാൽ ആ കുട്ടി ക്ലാസ് എടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച് ആ കുട്ടികളുടെ നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന പറയും, ഞങ്ങൾ PSC മെമ്പേഴ്സായിട്ടൊന്നും കണ്ട ഇൻ്റർവ്യൂ അല്ല, ഞങ്ങളൊക്കെ സ്റ്റുഡൻസ് ആയിട്ട് കരുതുക, നിങ്ങൾ കുട്ടികളെ അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ ക്ലാസ് എടുക്കുമെന്ന് പറയുമ്പോൾ അതൊരു ക്ലാസ് റൂമായി സങ്കല്പിച്ചുകൊണ്ട് ആ കുട്ടിക്ക് ആ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞാൽ അതിനകത്ത് മാർക്ക് വീണു. പിന്നെ ആ കുട്ടി വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഒരുപക്ഷെ റിട്ടൺ ടെസ്റ്റിന് മാർക്ക് കുറവാണെങ്കിൽ പോലും ഇൻ്റർവ്യൂവിന് ഹൈ മാർക്ക് ആ കുട്ടിക്ക് കിട്ടും, സംശയമില്ല. അതേസമയം റിട്ടൺ ടെസ്റ്റിന് ഹൈ മാർക്ക് കിട്ടിയ ഒരു കുട്ടി എഴുന്നേറ്റ് ബബ്ബ എന്ന് പറഞ്ഞറിയാമല്ലോ, സംസാരിക്കാൻ അറിയില്ല, ഒരു കവിത ചൊല്ലാൻ അറിയില്ല, ഒരു കഥ പറയാൻ അറിയില്ല, എന്തായിരിക്കും സ്ഥിതി? ഇൻ്റർവ്യൂവിന് അതിന് വളരെ മോശം മാർക്ക് ഞങ്ങൾ കൊടുക്കാൻ കഴിയുന്നു, നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ. അതാണ് അതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രത്യേകത. നമ്മളെ കുട്ടികളിൽ പ്രധാനമായിട്ട് ഞാൻ കണ്ട ഒരു പോരായ്മ, പൊതുവിജ്ഞാനമില്ല. പത്രം വായിക്കുന്ന സ്വഭാവമേ കുട്ടികൾക്കില്ല. ഞാൻ മിക്കവാറും വരുന്ന കുട്ടികളോട് പത്രവാർത്തകളെക്കുറിച്ചൊക്കെ നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നു. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സാറേ, എനിക്ക് രാഷ്ട്രീയമില്ലെന്ന് പറയും. ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാതെ എനിക്ക് രാഷ്ട്രീയമില്ലെന്ന് പറയുന്നത് ശരിയാണോ? ചില കുട്ടികൾ ഉത്തരം പറഞ്ഞാൽ സാറേ എനിക്ക് രാഷ്ട്രീയമില്ല. ഇതൊരു സാമൂഹ്യബോധത്തിൻ്റെ പ്രശ്നമാണ്, ഒരു അവബോധത്തിൻ്റെ പ്രശ്നമാണ്. കുട്ടി പത്രം വായിക്കുന്നില്ലെന്നതിൻ്റെ അർത്ഥം. അത്തരം ആളുകളെ നമ്മൾ അധ്യാപകരായിട്ട് എടുക്കുമ്പോൾ കുറച്ചൊന്ന് ആലോചിക്കേണ്ടി വരും. അപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യാനൊന്നും കഴിയില്ല. പക്ഷേ നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കുറയ്ക്കും. പക്ഷേ എത്ര മാർക്ക് കുറച്ചാലും കൂട്ടിയാലും ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള ഒരു ധാരണ കുട്ടികൾ മനസ്സിലാക്കേണ്ട മാക്സിമം 20 മാർക്ക്. അതാണ് 20 മാർക്കിലാണ് ഇൻ്റർവ്യൂ നമ്മൾ നടത്തുന്നത്. ആ 20 മാർക്കിൽ തന്നെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഏറ്റവും എക്സംപ്ലറി ആയിട്ടുള്ള ഒരു പെർഫോമൻസിന് പോലും ഞാനൊക്കെ ഉള്ള സമയത്ത് കൊടുത്തിരുന്ന മാർക്ക് 14. അതിനുശേഷം വലിയ മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവാനും വഴിയില്ല. ഉണ്ടോ? നമുക്ക് ഇത് നോക്കിയപ്പോൾ 14 മാക്സിമം. 14 നിന്നും അത് താഴോട്ട് വന്ന് ഒരു 6 വരെ ആവാം, അല്ലേ? 6-5 ഒക്കെ ആവാം. അപ്പോൾ ആ ഒരു 4-5 മാർക്ക് വളരെ നിർണായകമാണ്. കാരണം റിട്ടൺ ടെസ്റ്റിന് മിക്കവാറും എല്ലാവർക്കും ഒരേ മാർക്കിൽ വരുന്ന കുറേ ആളുകളുണ്ടാകും, അല്ലേ? ഒരു മാർക്ക് പോലും വളരെ വലിയ ഡിഫറൻസ് വരുത്താൻ സാധിക്കും.
അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് ലഭിക്കുന്ന 1 മാർക്കിൻ്റെ വ്യത്യാസം, 2 മാർക്കിൻ്റെ വ്യത്യാസം, 3 മാർക്കിൻ്റെ വ്യത്യാസം, അത് 5-6 മാർക്കിൻ്റെ ഡിഫറൻസ് വരെ വരുമ്പോൾ ആ കുട്ടിയുടെ റാങ്കിൽ ആ കുട്ടിയുടെ പൊസിഷൻ വല്ലാതെ ഉയരും, താഴുകയും ചെയ്യും. കാരണം ഒരേ മാർക്കിൽ നിന്നാണ് ഈ താഴുന്നത്. 100 കണക്കിന് ആളുകളുണ്ട് ആ റാങ്ക് ലിസ്റ്റിൽ ഒരേ മാർക്കുള്ളവർ. അപ്പോൾ അത് വളരെ നിർണായകമാണ് ഇൻ്റർവ്യൂവിൻ്റെ ഓരോ മാർക്ക്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്ന കുട്ടികൾ അത് ഭയന്നോ പിന്നെ ഒരു ഭയപ്പാടോടുകൂടി സമീപിക്കേണ്ട ഒന്നല്ല. വളരെ സൗഹൃദപൂർവ്വമാണ് PSC ഇൻ്റർവ്യൂകൾ നടക്കുന്നത്. അല്ലാതെ കടിച്ചു തിന്നാനുള്ള സ്വഭാവത്തോടുള്ള ഒരാളും PSCയിലില്ല, ഇതുവരെയില്ല. അപ്പം വളരെ കോൺഫിഡൻസോടുകൂടി തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ PSC ഇൻ്റർവ്യൂവിനെ അഭിമുഖീകരിക്കേണ്ടത്. അവർ കൂളായിട്ട് പോവുക, അവർ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പോൾ അധ്യാപക തസ്തികയ്ക്കാണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പെർട്ട് ഉണ്ടായിരിക്കും, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രതിനിധി ഉണ്ടായിരിക്കും, PSCയുടെ 1-2 അംഗങ്ങളുണ്ടായിരിക്കും. അപ്പോൾ സാധാരണ PSC അംഗങ്ങളാണെങ്കിൽ അവർ ജനറലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സ്വാഭാവികമായിട്ട് ചോദിക്കുക. ഈ കുട്ടിയുടെ ഒരു മൊത്തത്തിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കുക, അതിന് വേറെ വല്ല കഴിവുകളുണ്ടോ എന്ന് അറിയുക. അപ്പോൾ അത് അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചോദിച്ച പോലെ അവരുടെ പൊതുവിജ്ഞാനത്തെക്കുറിച്ചൊക്കെ ഒന്ന് ധരിച്ച് മനസ്സിലാക്കിയിട്ട് സബ്ജക്റ്റ് എക്സ്പെർട്ട് സബ്ജക്റ്റ് ചിലപ്പം ചോദിക്കാം, അധ്യാപകരോട് പുതിയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് സംസാരിക്കാം. അങ്ങനെ പല കാര്യങ്ങളും അവർ B.Edനും മറ്റൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, വിദ്യാഭ്യാസ പദ്ധതികളെക്കുറിച്ച് ഒക്കെ ചോദ്യങ്ങൾ വരാം. അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നും ഭയമുണ്ട്. അതിനകത്ത് ഇപ്പോൾ 1-2 ചോദ്യം ചോദിച്ചു, അറിയില്ല, കുഴപ്പമില്ല, അറിയില്ല എന്നങ്ങ് ബ്ലണ്ടർ അടിക്കാതെ സത്യസന്ധമായിട്ട് അത് സാറേ ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ സാർ ഇപ്പം കുറേ എങ്കിലും ഉദ്യോഗാർത്ഥികൾ പഠിച്ചു കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ വരിക, അത് കഴിഞ്ഞിട്ടുള്ള മറ്റു പ്രോസസ്സുകളെക്കുറിച്ച് വലിയ ധാരണ അവർക്കില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ വേക്കൻസി റിപ്പോർട്ടിംഗ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ വേക്കൻസി റിപ്പോർട്ടിങ്ങിലൊക്കെ ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഉദ്യോഗാർത്ഥികളുടെ പങ്ക് എന്തൊക്കെയാണ്? അത് ഈ അടുത്ത കാലത്ത് വലിയ ഒരു സങ്കീർണമായ ഒരു വിഷയമാണിത്. ഈ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ നമ്മുടെ രാജ്യത്ത് പുതുതായിട്ട് വന്നു. ഈ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ എന്നുള്ളതിൻ്റെ പേരിൽ വലിയ സമരങ്ങൾ വരെ നടക്കുന്നു. അത് 2 ഭാഗത്തും ചെറിയ തെറ്റുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദ്യോഗാർത്ഥികൾ ആദ്യം മനസ്സിലാക്കേണ്ടത് താൻ അപ്ലൈ ചെയ്യുന്ന തസ്തികയ്ക്ക് എത്രമാത്രം വേക്കൻസി ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് അതറിഞ്ഞിരിക്കണം. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ LD ക്ലാർക്കിൻ്റെ തസ്തികയാണെന്ന് ഇരിക്കട്ടെ. ആ കുട്ടി മലപ്പുറം ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്തുമാത്രം തസ്തികകൾ ഉണ്ടായിരുന്നു, എത്രമാത്രം വേക്കൻസികൾ ഫില്ല് ചെയ്തു എന്നൊക്കെ ഒന്ന് അറിയാനുള്ള സംവിധാനം ഇന്നുണ്ടല്ലോ. ഇനി വരാനിരിക്കുന്നത് 3 വർഷത്തേക്കാണുള്ള ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി പരമാവധി, ചിലപ്പോൾ നീട്ടാം. ഈ 3 വർഷം ഇപ്പം നിലവിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് അറിയാൻ സംവിധാനമുണ്ട്. സാധാരണ PSC അത് നോട്ടിഫൈ ചെയ്യാറുണ്ട്. പിന്നെ ചിലപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നും പറയാറുണ്ട്. എത്ര ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിലുണ്ടാകുന്ന LD ക്ലാർക്കിൻ്റെ തസ്തികളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടല്ലോ, ഉണ്ട്. അപ്പം ഒരു 300 അല്ലെങ്കിൽ 400 PSCക്ക് പറ്റിയ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ചിലപ്പം പറ്റുന്നൊരു തകരാറ് വലിയ റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കും. പണ്ടൊക്കെ ഈ റിപ്പോർട്ടഡ് വേക്കൻസിയുടെ 9 ഇരട്ടിയൊക്കെ വെക്കും. ഒരു 100 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ നമ്മൾ 900-1000 ഒക്കെ അങ്ങ് ഉണ്ടാക്കുക. അതാണ് ഈ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ 300 വേക്കൻസി ഉള്ളിടത്ത് 900 നമ്പർ കിട്ടിയ ഒരു ഉദ്യോഗാർത്ഥിക്ക് ജോലി കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ? റിസർവേഷനൊന്നും ഇല്ലെങ്കിൽ ഒരു സാധ്യതയില്ല. പക്ഷേ ആ കുട്ടിയും പ്രതീക്ഷിക്കുന്നത്, ആ കാൻഡിഡേറ്റും പ്രതീക്ഷിക്കുന്നത് തനിക്ക് കിട്ടണം. അതിനുവേണ്ടിയാണ് ബാക്കിയുള്ള ആളുകളെയും കൂടെയൊക്കെ സംഘടിപ്പിച്ചിട്ട് ആവശ്യമില്ലാത്ത സമരങ്ങൾ, ആവശ്യമുള്ള സമരങ്ങളും ഉണ്ടാവാം, ആവശ്യമില്ലാത്ത സമരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. ഇതെങ്ങനെ പരിഹരിക്കണം എന്നറിയാതെയാണ് ഇപ്പോൾ PSC അടുത്ത കാലത്തൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ 9 ഇരട്ടിയൊന്നും വേണ്ട, മാക്സിമം ഒരു 3 ഇരട്ടി. ഇനി ഇരട്ടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് തീർന്നു കഴിഞ്ഞാൽ പുതിയ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമുണ്ടല്ലോ. ഇപ്പം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ. 3 വർഷം കൊണ്ട് ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ വേണമെങ്കിൽ പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാം. ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എന്താ, ഈ അനാവശ്യമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പം ഉദ്യോഗാർത്ഥികൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും, ഫോർ എക്സാമ്പിൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എന്ന ഒരു പോസ്റ്റ് വന്നു. ആയിരക്കണക്കിന് കുട്ടികൾ ചിലപ്പോൾ അപ്ലൈ ചെയ്യും. അവിടെ ചിലപ്പോൾ 2-3 വേക്കൻസി ഉണ്ടാവുള്ളൂ, അല്ലേ? ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നായിരിക്കും ആൻറ്റിസിപ്പേറ്റഡ്, അല്ലേ? ആ ഒരു 2 വർഷം കഴിഞ്ഞ് ഒരാൾ റിട്ടയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ 4 വേക്കൻസി അല്ലെങ്കിൽ അത് ചിലപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് എന്നേ പറയുള്ളൂ.
ഇവിടെ 50-ാമത്തെയോ 100-ാമത്തെയോ കിടക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ കുട്ടി അറിയണം, ഇത്രയേ ഉള്ളൂ. 4 വേക്കൻസി. അപ്പോൾ ഈ 4-ാമത്തെ വേക്കൻസിയിലേക്ക് 4 വേക്കൻസി ഉള്ള ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ റാങ്ക് 1 or 2 ആയെങ്കിലേ കിട്ടുള്ളൂ, അല്ലേ? ബാക്കി ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50% റിസർവേഷൻ ആകുമ്പോൾ അപ്പോൾ ഓരോ കുട്ടിയും ഫസ്റ്റ് റാങ്ക് കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഏറ്റവും ഉയർന്ന റാങ്ക് എല്ലാവർക്കും അവരുടെ ലക്ഷ്യമായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ സമയത്ത് നമുക്ക് ജോലി കിട്ടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ ഇടയിലുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെയാണ് ഇതിന്. പിന്നെ ഇത് ചിലർ ഈ റാങ്ക് ഹോൾഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ചില ചൂഷണവും നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ ഈ കുട്ടികൾക്ക് പ്രലോഭനങ്ങൾ നൽകി അവരെ സംഘടിപ്പിച്ചിട്ട് പണം ഒക്കെ പിരിച്ചിട്ട് കുറച്ച് പേരിനൊരു സമരം നടത്തി ഒരു കേസൊക്കെ നടത്തി. ചിലതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില കേസുകൾ സുപ്രീം കോടതി വരെ പോയിട്ട് ചില PSCയുടെ നയങ്ങൾ വരെ തിരുത്തിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. ചില കാര്യങ്ങളത് അങ്ങനെ ചെയ്യേണ്ടതുമാണ്, അതിനകത്ത് ഞാൻ ഇല്ല. പക്ഷേ കൂടുതൽ വേക്കൻസി ഉണ്ടാക്കാൻ വേണ്ടി സമരം ചെയ്തിരുന്നത് കാര്യമില്ല. അത് സർക്കാരുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇല്ലാത്ത പോസ്റ്റൊന്നും ഉണ്ടാക്കാൻ ഒരു ഗവൺമെൻറ്റിനും കഴിയില്ല, ഒരു PSCക്കും കഴിയില്ല. ഈ റിപ്പോർട്ടിംഗ് ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഉദ്യോഗാർത്ഥികൾ അവിടെ പോയി ഓഫീസുകളിൽ വിസിറ്റ് ചെയ്യേണ്ടത്? റിപ്പോർട്ടഡ് വേക്കൻസി എത്ര ആണെന്നുള്ളത് ആദ്യം തന്നെ PSCയുടെ നോട്ടിഫിക്കേഷനിൽ ഉണ്ടാവുമല്ലോ. പിന്നീട് അതിൻ്റെ ആ ഫസ്റ്റ് റൗണ്ട് പിന്നെ അഡ്വൈസ് കഴിയുമ്പോഴാണല്ലോ ആളുകൾ ഈ പിന്നെ ഇത് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ റൈറ്റ് ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്കറിയാമല്ലോ. ആ രീതി അനുസരിച്ച് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന വേക്കൻസികളെ കുറിച്ച് അറിയാൻ പറ്റും. നേരിട്ട് പോയിട്ട് അന്വേഷിച്ചാലും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സൊക്കെ സഹകരിക്കാറുണ്ട്. അടുത്ത മാർച്ചിൽ ഇത്ര അധ്യാപകർ ഈ സ്കൂളിൽ നിന്ന് പോകുന്നു. പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യാൻ ചിലരൊക്കെ വിമുഖത കാണിക്കാറുണ്ട് കേട്ടോ. ചില അധ്യാപകരൊക്കെ ചില സ്ഥാപനങ്ങളിലുള്ള മേലധികാരികൾ റിപ്പോർട്ട് എന്താ കാരണമെന്നറിയില്ല. അവരുടെ വീഴ്ച കൊണ്ടാണോ അതോ മറ്റുള്ളവരുടെ വീഴ്ച കൊണ്ടാണോ എന്നറിയില്ല. റിപ്പോർട്ട് അവസാന നിമിഷം, ലാസ്റ്റ് ഡേയുടെ അവസാന നിമിഷം രാത്രി 12 മണിക്കൊക്കെ പത്രത്തിലേക്ക് വായിച്ചില്ലേ? അതൊക്കെ എന്തൊരു മര്യാദകേടാണ്. അവർക്ക് ഒരു തലേ ദിവസം പറ്റില്ല, അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ നേരത്തെ ചെയ്തുകൂടെ? അത് ആളുകൾ വന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ട് അവസാന നിമിഷം കൂടെ, എന്നിട്ട് 1 മിനിറ്റ് മാറിയതിൻ്റെ പേരിൽ ഒരു കുട്ടി കോടതിയിൽ പോയി ആ കുട്ടിക്ക് അനുകൂലമായിട്ട് കേസ് വിധി വരികയൊക്കെ ചെയ്തത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കുട്ടികളെ ദ്രോഹിക്കുന്നത്? ഏത് മേലധികാരിയായാലും ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും അതൊക്കെ ഒരു ക്രൂരതയാണ്. അതൊന്നും അത് ചില ആളുകളുടെ സ്വഭാവമാണ്. അതൊന്നും നമ്മൾക്ക് പറഞ്ഞാൽ അതൊന്നും PSC കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ പോയി അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ വേക്കൻസി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പിന്നെ എന്താ അതിൻ്റെ പ്രൊസീജിയർ? മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോട് അഭ്യർത്ഥിക്കുക, ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യണം, PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. PSCക്ക് റിപ്പോർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞില്ല, ആ ലാസ്റ്റ് ഡേറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് തീരുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റിൻ്റെ രാത്രി 12 മണി വരെ അവിടെ ലഭിക്കുന്ന ആ റിപ്പോർട്ടുകൾ അനുസരിച്ച് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞാലും നിയമനം നടക്കും. പക്ഷേ ആ ദിവസത്തിനുള്ളിൽ അവിടെ റിപ്പോർട്ടിംഗ് എത്തിയിരിക്കണം, വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കണം. അത്രയേ ഉള്ളൂ PSCക്ക്. അത് കഴിഞ്ഞ് വരുന്നത് സ്വീകരിക്കാനും പറ്റില്ല, അതൊരു നിയമമാണ്. ആ ദിവസം കഴിഞ്ഞ് വരുന്ന 1 മണിക്കൂർ കഴിഞ്ഞാലും സ്വീകരിക്കില്ല, അതാണ് അതിൻ്റെ ഒരു നിയമം. നമ്മൾ നിയമത്തിൽ നിൽക്കുമ്പോൾ ആ നിയമം പാലിക്കാൻ എല്ലാ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ്. അത്രയേ ഉള്ളൂ PSC. അതിന് PSCയെ പഴി പറഞ്ഞിട്ട് അതിലും കാര്യമില്ല. LD പോസ്റ്റ് പോലുള്ള പോസ്റ്റുകളിലൊക്കെ നമുക്കറിയാം വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് ഇവർക്ക് ജോലി കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്? ഇപ്പോൾ ഒരു 100 റാങ്കിൻ്റെ ഉള്ള കുട്ടികൾക്ക് പല ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടും. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം? നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ പെരച്ചനടിക്കാന്ന് കേട്ടിട്ടുണ്ടോ? ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? പെരച്ചനടിക്കാന്ന് നമ്മുടെ മലപ്പുറത്തുള്ള ഒരു പ്രയോഗമുണ്ടോ? ഭാഗ്യം പോലെയാണ്. പക്ഷേ അതിനകത്ത് ഒരുപാട് അതിന് എന്താ പരിഹാര മാർഗം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും മോശപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ്. മോശപ്പെട്ടതെന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ സാധ്യതകൾ കുറഞ്ഞുള്ള എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും മോശമൊന്നുമല്ല. മറ്റു ചില ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുന്ന സാധ്യതയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഫോർ എക്സാമ്പിൾ റവന്യൂ, ഒരു ഡെപ്യൂട്ടി കളക്ടർ വരെ ആവാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. ആ കുട്ടി കഴിവുണ്ടെങ്കിൽ ടെസ്റ്റുകളൊക്കെ പാസ്സാകാൻ കഴിഞ്ഞാൽ ഡെപ്യൂട്ടി കളക്ടർ വരെ ആവാം. അതുപോലെ സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊമോഷൻ സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരു വഴിക്ക് കിടക്കുമ്പോൾ ഒരു സാധ്യതയില്ലാത്ത ചില ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർക്ക് പോയാൽ ഇങ്ങനെ ഗ്രേഡും വാങ്ങി കഴിയേണ്ടി വരും. അത് ഉയർന്ന റാങ്ക് കിട്ടിയ ആളുകൾക്ക് അതെങ്ങനെയാണ് സെലക്ട് അത് ആരുടെയും ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചല്ല നടക്കുന്നത്. അത് ആദ്യം വരുന്ന റിപ്പോർട്ട് അതനുസരിച്ചാണ് നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നത്. ആദ്യം വന്നത് റവന്യൂ എന്നാണെങ്കിൽ റവന്യൂയിലേക്ക് കൊടുക്കും, സെയിൽസ് ടാക്സിൽ നിന്നാണെങ്കിൽ അവിടത്തേക്ക് കൊടുക്കും, അല്ല മോട്ടോർ വാഹന വകുപ്പാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കും, അതല്ല വേറെ ഏതെങ്കിലും പൊതുവിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കും, കോടതിയാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കും.
അതാ ഞാൻ പറഞ്ഞ ഒരു ഭാഗ്യം പോലെയാണത് കിടക്കുന്നത്. അതിന് പിന്നെ ഈ കുട്ടിക്ക് എന്തോ പിന്നെ ഇത് ഡിപ്പാർട്ട്മെൻറ്റിന് ചേഞ്ച് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. ആ നിശ്ചിത സമയത്തിനുള്ള അപേക്ഷ കൊടുത്താൽ ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് ചെയ്ത് കിട്ടാം. അപ്പം പിന്നെ അതിൻ്റെ എന്തോ കുറച്ച് സീനിയോറിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ റിസ്ക് എടുത്ത് ഡിപ്പാർട്ട്മെൻറ്റ് മാറുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ സർവീസ് കയറി ചെന്നിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ സാറ് ഒരുപാട് കാലം യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ ഈ നമ്മളുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പോലുള്ള പോസ്റ്റുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സവിശേഷത എന്തൊക്കെയാണ്? യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് തത്തുല്യമായിട്ടാണ് അതിൻ്റെ സ്കെയിൽ ഓഫ് പേയും എല്ലാം. ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. അപ്പോൾ ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആയിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അത്രയേ ഉള്ളൂ. അതിലെ പ്രൊമോഷൻ സാധ്യതകളൊക്കെ സെക്രട്ടേറിയറ്റിലുള്ള അതേ അത്രയില്ലെങ്കിലും അതിനോടടുപ്പിച്ചുള്ള ഒരെണ്ണം യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടല്ലോ. ഇവിടെ ഞങ്ങൾക്ക് ജോയിൻറ്റ് രജിസ്ട്രാർ അല്ലെങ്കിൽ അവിടുത്തെ ജോയിൻറ്റ് സെക്രട്ടറിക്ക് തത്തുല്യമായ തസ്തികയുള്ളൂ ഇവിടെ. അതിന് പകരം അവിടെ അഡീഷണൽ സെക്രട്ടറി ഉണ്ട്, പിന്നെ ഒരു സെക്രട്ടറി എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ സെക്രട്ടറി എന്ന് പറഞ്ഞൊരു തസ്തികയുണ്ട്. അത് രണ്ടും ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ അവിടെയൊക്കെ പ്രൊമോഷൻ സാധ്യതകൾ ധാരാളമുണ്ട് ഇവിടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ. ഇപ്പോൾ ഒരു 25 വയസ്സിലൊക്കെ ഒരു എൻട്രി കേഡറിൽ കയറുന്ന ആൾക്ക്, ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഇതിൽ കയറുന്ന ആളുകൾക്ക് അയാളുടെ ഒരു റിട്ടയർമെൻറ്റ് ഏജ് ആകുമ്പോഴേക്കും അയാൾക്ക് എത്താം. ഞാൻ ഏത് തസ്തികയിലാണ് റിട്ടയർ ചെയ്തെന്നറിയാമോ? അതിലേക്ക് ജോയിൻറ്റ് രജിസ്ട്രാർ. ഞാൻ 21ാമത്തെ വയസ്സിലാണ് സർവീസിൽ വന്നത്. ജോയിൻറ്റ് രജിസ്ട്രാർ വരെ ആകും. ടെസ്റ്റ് ഇവിടെ ഒറ്റ ടെസ്റ്റുള്ള ടെസ്റ്റ് പാസ്സായാലും മതി. പിന്നെ നമ്മുടെ കയറുമ്പോഴുള്ള നമ്മുടെ ഒരു സീനിയോറിറ്റിയും ഭാഗമാണ്. ഞങ്ങൾ 100 പേര് ഒന്നിച്ച് കയറിയപ്പോൾ അതിൽ ഉയർന്ന റാങ്കിൽ ഞാൻ നിന്നുകൊണ്ടാണ്. ബാക്കിയുള്ളവരൊക്കെ ഏകദേശം എൻ്റെ പ്രായമുള്ളവരും ഒക്കെ ആണല്ലോ. ആ റാങ്ക് വലിയ പ്രധാനപ്പെട്ടതാണ് എവിടെ പോയാലും. അതനുസരിച്ചാണ് പിന്നെ സീനിയോറിറ്റി ഫിക്സ് ചെയ്യുന്നത്. അല്ലാതെ ഒരാൾ പിന്നെ റാങ്ക് മുന്നിലുള്ള ആൾ 2 ദിവസം കഴിഞ്ഞാൽ ജോയിൻ ചെയ്തെന്നിരിക്കട്ടെ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ആ നിശ്ചിത സമയത്ത് ഒരാഴ്ചയോ 2 ആഴ്ചയല്ലേ നമുക്ക് സമയം തരുന്നത്. ആ 2 ആഴ്ചക്കുള്ളിൽ ഉയർന്ന റാങ്കുള്ള ആളെ എപ്പം വന്ന് ജോയിൻ ചെയ്താലും താഴ്ന്ന റാങ്കുള്ള ആൾ ആദ്യം ജോയിൻ ചെയ്താലും അതിലൊന്നും ഒരു മാറ്റം പറ്റില്ല. ആ സീനിയോറിറ്റി, ആ റാങ്ക് സീനിയോറിറ്റി അവിടെ പ്രൊട്ടക്റ്റഡ് ആണ്. അതുപോലെ തന്നെ സാർ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ PSC പഠനത്തിന് ഏജ്, ഇപ്പോൾ നമുക്ക് മാക്സിമം നമ്മൾ പരീക്ഷ എഴുതാൻ പറ്റുന്ന ജനറൽ കാറ്റഗറീൻ്റെ ഏജ് 35 അങ്ങനെയാണ് നമ്മളിപ്പോൾ പറയാറ്. പക്ഷേ ഈ എന്നാലും ഒരു PSC പഠനത്തിന് ഒരു ഉദ്യോഗാർത്ഥി ഇറങ്ങേണ്ട ഒരു സമയം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണോ? അത് ഒരുപാട് വീട്ടമ്മമാരിപ്പം ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. ഒരുപാട് വീട്ടമ്മമാരിപ്പോൾ ഈ ഓൺലൈൻ കോച്ചിങ് സെൻ്ററുകളുടെയൊക്കെ വരവോടുകൂടിയാണെന്ന് തോന്നുന്നു അവർ വീട്ടിലിരുന്നുകൊണ്ട് പഠിച്ചിട്ട് കയറി അമ്മയും മകളും കൂടെ ഒന്നിച്ച് ടെസ്റ്റ് എഴുതി ജയിച്ചില്ലേ. അതൊക്കെ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി കാണുന്ന കാര്യങ്ങളാണ്. ആവണം. ഒരു പ്രായമൊന്നും ഇത് പ്രായം ഒരു വിഷയമാണോ? ഇത് 22ാമത്തെ വയസ്സിൽ ബുദ്ധി കൂടി വന്നൊന്നും അല്ല. അത് 32ാമത്തെ വയസ്സിലും ആ ബുദ്ധി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഹാർഡ് വർക്ക് വേണ്ടി വരും. പക്ഷേ ഈ കോച്ചിങ് സെൻ്ററുകളിലൊന്നും പോകാതെ ഓഫ്ലൈൻ ഒന്നുമില്ലാതെ തന്നെ ഓൺലൈനിൽ നിന്ന് പഠിച്ച് വരുന്ന കുട്ടികൾ സ്ത്രീകൾ, കൂടുതലും സ്ത്രീകളാണ് ആ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അവർ പണ്ടേ വലിയ മിടുക്കികളായിരുന്നു. അവർക്ക് അവസരം കിട്ടാതായി പോയതാണ്. ഇപ്പോഴാണ് അവസരം കിട്ടിയത്. അതവർ യൂട്ടിലൈസ് ചെയ്യുന്നെന്ന് കരുതിയാൽ മതി. സത്യത്തിൽ അത് സമൂഹത്തിലുണ്ടായ വലിയൊരു ചേഞ്ച്, വലിയൊരു മാറ്റമാണ് അല്ലേ? വലിയൊരു മാറ്റമാണ്. ഞാനതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. സാർ ഏത് കാലഘട്ടത്തിലാണ് PSC അംഗമായിട്ടിരുന്നത്? ഞാൻ 2005 ജനുവരി തൊട്ട് 2010 ഡിസംബർ 31. ആ ഒരു കാലഘട്ടത്തിൽ സാറിന് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും? സത്യത്തിൽ ഒരനുഭവമല്ല, ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം ഒരുപാട് മനുഷ്യരുമായിട്ട്, അത് പ്രത്യേകിച്ചും ഈ ഉദ്യോഗാർത്ഥികളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ നമ്മളെ മാനസികമായിട്ട് വല്ലാതെ സമ്മർദ്ദത്തിലാക്കിയ, വളരെ വിഷമം തോന്നിയ സിറ്റുവേഷൻസൊക്കെ ഉണ്ട്. ഭർത്താവ് മരിച്ച് പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് വന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമ്മുടെ ഒരു മനസ്സ് സംഘർഷം, അതിനോട് എന്താ ചോദിക്കുക. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ തന്നെ ഒന്ന് വല്ലാതെ നടുങ്ങിപ്പോകുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേസമയം നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ചില കാൻഡിഡേറ്റ്സ് ഉണ്ട്. അവരിൽ നിന്നും ചില അറിവുകൾ എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചില പറയുന്ന ഉത്തരങ്ങൾ എനിക്ക് ചിലപ്പോൾ മനസ്സിലാവാതെ വരും. അപ്പം ഞാൻ ചോദിക്കും അങ്ങോട്ട്, കുട്ടി പറഞ്ഞ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അപ്പോൾ ആ കുട്ടി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളെ നമുക്കത്
അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു അനുഭവം ഞാൻ ഈ സർവകലാശാലയിൽ കൂടി ഉണ്ടായിരുന്നതുകൊണ്ടാവണം അങ്ങനെ വന്നത്. ഹൈസ്കൂൾ അസിസ്റ്റൻസിൻ്റെ ടീച്ചേഴ്സിൻ്റെ ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നു. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD ഉള്ള ഒരു വിദ്യാർത്ഥി ഒരു പെൺകുട്ടി ഇൻ്റർവ്യൂവിന് വന്നു. അപ്പം ഞങ്ങൾക്കൊരു B ഫോം എന്ന് പറഞ്ഞൊരു ഫോം ആദ്യം ഒപ്പിട്ട് ഒരു കള്ളാസ് അവരുടെ ബയോഡേറ്റ എഴുതി തരും. അപ്പോൾ ആ കുട്ടിയുടെ പേരെഴുതി ഡോക്ടർ പേരെന്തോ എഴുതിയിട്ട് PhD എന്നങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. ഞാനിത് നോക്കിയപ്പോൾ PhD എന്ന് എഴുതിയിരിക്കുന്നത് തെറ്റാണ്, വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. PhD എന്നുള്ളതിൻ്റെ ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ H D എന്നായിട്ടിരിക്കുന്നത്. പണ്ട് അതിനെ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ് അത് വായിക്കുക. അപ്പോൾ കുട്ടി ഇൻ്റർവ്യൂവും അത്ര ഗുണകരമായിരുന്നില്ല. അപ്പം തന്നെ ഇതാദ്യം തന്നെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം ഈ കുട്ടികൾ പെട്ടെന്ന് ചിലപ്പോൾ ടെൻഷനിൽ എഴുതുമ്പോൾ തെറ്റിപ്പോകാമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കുട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്നാണല്ലോ, PhD ഒക്കെ ഉണ്ടല്ലോ, പക്ഷേ PhD എന്ന് എഴുതിയത് തെറ്റാണോ എന്ന് എനിക്കൊരു സംശയം. അങ്ങനെ ഞാൻ പറഞ്ഞു, തെറ്റാണെന്ന് പറഞ്ഞു. കുട്ടി ഒന്നുകൂടെ എഴുതിയെന്ന് ചോദിച്ചു. ആ കുട്ടി അപ്പം ഒന്ന് ടെൻസ്ഡായി. ആ കുട്ടിയുടെ കയ്യിൽ ഒരു കള്ളാസ് നമ്മൾ കൊടുത്തു, പേന കയ്യിലുണ്ടായിരുന്നു. കുട്ടി പേര് PhD ചെയ്ത് വീണ്ടും വേറൊരു രീതിയിൽ തെറ്റിച്ചു. കുട്ടിക്ക് മനസ്സിലായി ഞാൻ ആദ്യം എഴുതിയത് തെറ്റാണെന്ന് എഴുതിയിട്ട് രണ്ടാമത് എഴുതിയതും തെറ്റിച്ചു. എനിക്ക് സത്യത്തിൽ വല്ലാത്തൊരു ദേഷ്യവും സങ്കടവും, കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു വികാരം കൂടെ എനിക്കുണ്ടല്ലോ. ഞാൻ ചോദിച്ചു, കുട്ടി PhD കഴിഞ്ഞ കുട്ടിയാണല്ലേ, PhD എന്നെഴുതാൻ അറിയില്ലല്ലേ, തൻ്റെ ഗൈഡായിരുന്നു ചോദിച്ചു. താൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് ചോദിച്ചു. ഞാൻ സാധാരണ അങ്ങനെ ഒരിക്കലും ഒരു കാൻഡിഡേറ്റിനോടും മുഖം കറുപ്പിച്ച് സംസാരിച്ചിട്ടില്ല, വളരെ സ്നേഹത്തോടെ സംസാരിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഇതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാനത് ആകെ ഇതായി. ആ കുട്ടിയും ആകെ വിഷമിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് PhD ആടോ എന്ന് ചോദിച്ചു. ഇത് എവിടെ നിന്ന് കോപ്പി അടിച്ചതാണെന്ന് ചോദിച്ചു. ആ കുട്ടി വല്ലാതെ വിഷമിച്ചു. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഞാനും വിഷമിച്ചു. എന്നിട്ട് ഞാനത് നമ്മുടെ കേളു മാഷെ അറിയാമല്ലോ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കേളു മാഷ് എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, സാറേ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് PhD ആയിട്ട് വന്നത്. അത് PhD എന്ന് എഴുതാൻ അറിയില്ല. കുട്ടിക്ക് 2 തവണ എഴുതിയപ്പോഴും തെറ്റിച്ചു. ഇത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങോട്ട് പോകണം, നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം എങ്ങോട്ട് പോകണം. എന്നിട്ട് ഞാനിത് സൂക്ഷിച്ചു വെച്ചു. പിന്നെ വരുന്ന മുഴുവൻ കുട്ടികളോടും ഞാനിത് ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റിൽ ഇൻ്റർവ്യൂവിനല്ല മറ്റ് പല ഇൻ്റർവ്യൂവിന് വരുമ്പോഴും ഉള്ളത് ഇതെൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. നമ്മുടെ ഒരു വിദ്യാഭ്യാസ നിലവാരത്തെ അളക്കാൻ കിട്ടിയ ഒരു അവസരം എന്ന നിലയിൽ ഞാനത് ഉപയോഗപ്പെടുത്തിയപ്പോൾ 5-8 കുട്ടികളോട് ഞാനിത് ചോദിച്ചപ്പോൾ 4-5 പേര് തെറ്റിച്ച് തന്നെയായിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ഇപ്പോഴും തെളിവ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ കുട്ടി എഴുതുന്നത്. ഇതിനെക്കുറിച്ച് ഞാനൊരു ലേഖനം എഴുതി മനോരമയിൽ എഡിറ്റ് പേജിൽ, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞ് മനോരമ വളരെ ഭംഗിയായിട്ട് എഴുതിയിരുന്നു. അത് പിന്നീട് ഞാൻ വേറൊരു അവസരത്തിൽ എഴുതിയിരുന്നു. വലിയ ഈയിടെ PhD-യെക്കുറിച്ച് വരെ കഥകളൊക്കെ വന്നല്ലോ, വ്യാജ PhD. ആ സമയത്ത് ഞാൻ വീണ്ടും ഇത് എൻ്റെ ഫേസ്ബുക്കിൽ എഴുതി. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ലേഖനമാണ്. ഇത് പ്രസക്തമാണെന്ന് തോന്നുന്നുണ്ട്. ഇതിനകത്ത് യാതൊരു മറയില്ല. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. എനിക്കത് കൂടുതൽ ഫീൽ ചെയ്യാൻ ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടിയായതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ട് എനിക്കത് നമ്മുടെ യൂണിവേഴ്സിറ്റി മികച്ച യൂണിവേഴ്സിറ്റിയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസമാണല്ലോ, നമ്മുടെ വിശ്വാസത്തെയാണല്ലോ ഈ കുട്ടി ചോദ്യം ചെയ്തത്. അതാണ് വലിയൊരു അനുഭവം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ PhD മെമ്പർമാരാണെങ്കിൽ സാധാരണ മനുഷ്യന്മാർ തന്നെ, നമുക്കൊരുപാട് ബന്ധങ്ങളുണ്ട്, സാമൂഹ്യ വ്യക്തിപരമായ കുടുംബ ബന്ധങ്ങളുമൊക്കെ ഉണ്ടാകും. ഞാനാണെങ്കിൽ വളരെ ഫ്രീ ആണ്. ഒരു പൊതുപ്രവർത്തകനായിരുന്ന ഞാൻ എല്ലാവർക്കും എന്നെ സമീപിക്കാം. എൻ്റെ ഫോൺ നമ്പർ എല്ലാവർക്കും അറിയാം. ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ശുപാർശകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറ്റില്ല എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നോക്കാം എന്നാൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഇപ്പോൾ അത് മതി. ഒരു പക്ഷേ അതിൻ്റെ ശബ്ദരേഖയൊക്കെ എടുത്ത് വേണമെങ്കിൽ ഞാൻ അഴിമതി കാണിച്ചെന്ന് വേണമെങ്കിൽ പറയാനൊക്കെ അത് മതിയാവും. പക്ഷെ ഞാൻ എൻ്റെ ഒരു കൺവിക്ഷൻ അനുസരിച്ച് ഞാൻ ഈ 6 വർഷം നടത്തിയ ഇൻ്റർവ്യൂവിൽ ആകെ 4-5 ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് 14 മാർക്ക് കൊടുത്തിട്ടുള്ളത്. അതൊരാളും ശുപാർശയിലുണ്ടായിരുന്ന കുട്ടികളും ആയിരുന്നില്ല. അത്രമാത്രം മെറിറ്റോറിയസ് ആയിട്ടുള്ള പെർഫോമൻസ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ
ഞാൻ പറഞ്ഞില്ലേ, കൈവിരലിലുണ്ടാവുന്ന ആളുകൾക്ക് മാത്രമേ ഞാൻ 14 മാർക്ക് കൊടുത്തിട്ടുള്ളൂ. വല്ലാതെ കുറച്ചും കൊണ്ടുപോയിട്ടില്ല. ഒരു 6 മാർക്കൊക്കെ ഞാൻ ഏറ്റവും മിനിമം വളരെ മോശമായ കുട്ടികൾക്ക് പോലും 6 മാർക്ക് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ചെയ്തത്. അപ്പോൾ ശുപാർശ നിങ്ങളെ സ്വാധീനിക്കാറില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവാറുണ്ടോ? മനുഷ്യനല്ലേ, ഒരു പരിധി വരെ അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നമുക്ക് താല്പര്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ പെർഫോമൻസ് ഒരുവിധം കൊള്ളാമെങ്കിൽ ഒരു മാർക്ക് കൂടെ കൊടുത്തുകൂടെ എന്ന് ഞാൻ നമ്മുടെ സഹ മെമ്പർമാരോട് ചോദിക്കും. അല്ല, ഞാൻ ഒറ്റയ്ക്കല്ല മാർക്ക് ഇടുന്നത്, എല്ലാവരും കോൺസെൻസസ് മാർക്ക്. ഒരു പോലീസ് SI പോസ്റ്റിന് അപ്ലൈ ചെയ്ത ഒരു കാൻഡിഡേറ്റിന് വേണ്ടി കുറേ ശുപാർശകൾ എനിക്ക് ഈ കക്ഷി ഇൻ്റർവ്യൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അന്ന് നേരത്തെ പറഞ്ഞ നമ്മുടെ DGP ആയിരുന്ന ശ്രീരേഖ മാഡമായിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രതിനിധീകരിച്ച് വന്ന്. ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ചെയർമാൻ ഞാനായിരുന്നു, ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ചെയർമാനാണ്. ഈ കാൻഡിഡേറ്റ് വന്നു. ഞാൻ ആദ്യമായിട്ടായി കാൻഡിഡേറ്റിനെ കാണുന്നത്. അപ്പോൾ ഇയാളുടെ പേര് നോക്കിയപ്പോൾ ഇയാൾ ആരോ ശുപാർശ ചെയ്തിട്ടുള്ളതാണെന്ന് എൻ്റെ മനസ്സിലുണ്ട്. വന്നു ഇരിക്കാൻ പറഞ്ഞു, ഇവനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവൻ്റെ അവൻ്റെ ആ നടത്തം പോലും എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. അവൻ്റെ ആ വരവ് തന്നെ ഒരു പോരാ എന്നെനിക്ക് അപ്പം തന്നെ മനസ്സിലുണ്ട്. ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ, പുതിയ നമുക്ക് താല്പര്യമുള്ള ഞാൻ അധികം ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. പക്ഷേ ഒന്നിനും തൃപ്തികരമായ ഒരു മറുപടിയും ഈ കാൻഡിഡേറ്റിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പതുക്കെ വിട്ടു. ഞാൻ മാഡം ചോദിക്കാൻ പറഞ്ഞു. മാഡം ചോദിച്ചു, അങ്ങനെ എല്ലാവരും ചോദിച്ചു. അന്ന് ഇൻ്റർവ്യൂ നടത്തിയതിൽ ഏറ്റവും മോശപ്പെട്ട കാൻഡിഡേറ്റാണ്. ഞാനൊരു ആശയക്കുഴപ്പത്തിലാവും എന്നുള്ള ഉറപ്പല്ല. ഞാനൊന്നും മിണ്ടില്ല. ഒന്നും മിണ്ടാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു മാഡത്തിനോട് ഇരിക്കുന്നവർ ചോദിച്ചു എത്ര മാർക്ക്. അവരെന്തോ 5-6 മാർക്കാണ് അവർ. 6 മാർക്ക് എഴുതിയിട്ട് ആ കേസ് കഴിഞ്ഞു. അപ്പോൾ അന്നത്തെ ഏറ്റവും കുറഞ്ഞ മാർക്ക് ഈ കാൻഡിഡേറ്റിനാണ്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ അതിനകത്ത് അഭിമാനകരമായ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കൂടി പബ്ലിഷ് ചെയ്യണമെന്ന് ശക്തമായി വാദിച്ച കൂട്ടത്തിലൊരാളാണ് ഞാൻ. അതിന് എനിക്ക് വലിയ അഭിമാനമുണ്ട് ആ കാര്യത്തിൽ. പണ്ട് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ കൂടെ വരില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത്. അത് ഞങ്ങൾ വന്നതിന് ശേഷമാണ്, ഞങ്ങളുടെ ആ ഒരു ബോഡിയുടെ അന്നത്തെ കമ്മീഷൻ്റെ ഒരു വലിയ നേട്ടമാണ്. അതിന് മുൻകൈ എടുത്തിട്ടുള്ള, അതിന് ഏറ്റവും ശക്തമായിട്ട് അതിനു വേണ്ടി വാദിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് വളരെ അഭിമാനത്തോടുകൂടി പറയാം. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു രസമാണ് ഇത് പറയാൻ പോകുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഈ കക്ഷിക്കാണ് ആ റാങ്ക് ലിസ്റ്റിൽ വളരെ പിന്നിലുമാണ്. മാർക്ക് 5-6 ഉള്ളൂ 20. എനിക്കത് കഴിഞ്ഞ് തുരതുരെ ഫോണാണ് വരുന്നത്. സാർ പറ്റിച്ചു, വഞ്ചിച്ചു, എന്ത് നമ്മുടെ ഒരു കുട്ടിക്ക് മാർക്ക് കൊടുത്തില്ലല്ലോ എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു കാൻഡിഡേറ്റാണ്. അവന് വേണ്ടി ഒരു ശുപാർശ ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഞാനത് പറയുകയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. അവന് ഒരുവിധം കൊള്ളാമായിരുന്നവനാണെങ്കിൽ ഒരു മാർക്ക് കൂടെ കൊടുക്കണമെന്ന് എനിക്ക് പറയാം. ഇത് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ എന്ത് വിചാരിച്ചാലും കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ ചാപ്റ്റർ അവസാനിപ്പിച്ചു. കഥ അവിടെ അവസാനിക്കുന്നില്ല. ഈ ഉദ്യോഗാർത്ഥി എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എനിക്കൊന്നും ചെയ്തു തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു കത്ത് ഒരു ദിവസം എനിക്ക് കിട്ടുകയാണ്. ഞാനത് വായിച്ചു. കത്ത് കിട്ടി, ഞാനത് തുറന്നു വായിച്ചപ്പോൾ ഈ കക്ഷിയുടെയാണ്. ആ കത്ത് കൊടുത്താൽ അവൻ്റെ ജോലി പോകും. ആ കത്ത് എനിക്ക് ഔദ്യോഗികമായിട്ട് അവൻ അയച്ച കത്ത് എന്നെ അതിശയിച്ചുകൊണ്ടുള്ള ഒരു കത്താണ്. ശുപാർശ ഞാൻ ചെയ്തില്ലല്ലോ എന്നാണല്ലോ ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എൻ്റെ സ്വഭാവത്തെ, എൻ്റെ രാഷ്ട്രീയ വിശ്വാസത്തെയൊക്കെ അവൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു സംഘടനാ പ്രവർത്തനമായിരുന്നില്ലേ എന്നുവരെ അവൻ്റെ ചോദ്യമുണ്ട്. പക്ഷെ ഞാൻ അത് ചെയ്തില്ല. അവൻ്റെ ജോലി, ഞാനത് ഒരു പരാതി കൊടുത്താലോ അത് മതി അവൻ്റെ ജോലി പോകാൻ. അതിനകത്ത് രസം അതൊന്നുമല്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് എൻ്റെ കവർ വെറുതെ ഒന്ന് എടുത്ത് നോക്കി. ആ കവറിൽ അവൻ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റാമ്പ് സർവീസ് സ്റ്റാമ്പാണ്. ഔദ്യോഗിക കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കേണ്ട സ്റ്റാമ്പിനാണ് ഈ സർവീസ് സ്റ്റാമ്പ് എന്ന് പറയുന്നത്. ആ സ്റ്റാമ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ കക്ഷി എനിക്ക് പേഴ്സണൽ കത്തയച്ചിരിക്കുന്നത്. അതോടെ കാണിച്ച് അവൻ്റെ ജോലി പോകും, ജയിലിലാവും. ആ ഒരു വലിയ അനുഭവം കൂടി എനിക്കുണ്ട്. ആ 2 വശവും ആണ് എനിക്കതിനകത്ത് വളരെ ഇത് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഞാൻ. ഈ 2 കാര്യങ്ങൾ, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിനകത്ത് ഞാൻ എടുത്ത് പറഞ്ഞ് ആവർത്തിച്ച് പറയുന്നു. ഈ അടുത്ത കാലത്തും കണ്ടാരോ പറഞ്ഞ് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് പബ്ലിഷ് ചെയ്യാനുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരിക്കണം. കാരണം അതിലാണ് PSCയുടെ വിശ്വാസ്യത നിലനിൽക്കുന്നത്, അതിൻ്റെ സുതാര്യത നിലനിൽക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ
2005 വന്ന ഞങ്ങളുടെ കമ്മീഷൻ എന്ന് വെച്ചാൽ അന്ന് ചെയർമാനായിരുന്ന ഗംഗാരക്കുറുപ്പ് സാറും പിന്നെ ഡോക്ടർ ശ്രീ അഡ്വക്കേറ്റ് സലാഹുദ്ദീൻ സാറുമായിരുന്ന ചെയർമാൻമാർ, ഞങ്ങൾ കുറേ എൻ്റെ സഹപ്രവർത്തകരുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു വലിയൊരു തീരുമാനം, ഒരു വിപ്ലവകരമായ ഒരു തീരുമാനമാണ് അതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ പങ്കാളിയായതിൽ, അതിന് നേതൃത്വം വഹിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. അതാണ് എൻ്റെ PSCയിൽ ഏറ്റവും, ഈ 2 അനുഭവങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഇതും അത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ സാർ ഇപ്പോൾ ഈ കുറേ സാറ് പോലീസ് തസ്തികയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ഇപ്പോൾ പാസിംഗ് ഔട്ട് പരേഡൊക്കെ ആ സമയത്ത് നമ്മൾ കാണുന്നതാണ്. അവരുടെ യോഗ്യതകളൊക്കെ പരാമർശിച്ചുകൊണ്ട് പേപ്പറിലൊക്കെ റിപ്പോർട്ട് കാണാറുണ്ട്. അപ്പോൾ അധിക യോഗ്യതയുള്ള ആളുകൾ, അതായത് ഇപ്പോൾ ഒരു ഗ്രാജുവേറ്റും അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് പോലുള്ള ആളുകൾ ഈ 10th ലെവൽ പരീക്ഷകളൊക്കെ എഴുതുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താ? അതിനെക്കുറിച്ചും വലിയ ധാരണ ഉണ്ടായി, അതിനുവേണ്ടി ഒരു പരിധിവരെ ബാധിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സർവീസിൽ, പോലീസിൻ്റെ കാര്യം പോട്ടെ, ലാസ്റ്റ് ഗ്രേഡ് സർവീസിലേക്ക് നമ്മൾ കുറച്ച് കാലമായിട്ട് കാണുന്നത് ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും പിന്നെ BTechകാരും LLBക്കാരും ഒക്കെ അപ്ലൈ ചെയ്യുന്നു. അവർ ആ പോസ്റ്റിൽ വരും. PSCയിൽ തൃശ്ശൂർ ജില്ലയിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ ചായ ഉണ്ടെന്ന് ചോദിച്ചു. ഒരു പെൺകുട്ടിയാണ് ചായ കൊണ്ട് തന്നു. അപ്പോൾ കുട്ടി കണ്ടിട്ട് ഞാൻ വെറുതെ ചോദിച്ചു, കുട്ടി എവിടെ വരെ പഠിച്ചു? സാറേ ഞാൻ LLB ആണെന്ന്. സത്യത്തിൽ ഞാനാണ് ചെറുതായത്. LLB പാസ്സായ ഒരു കുട്ടി എനിക്ക് ചായ കൊണ്ട് തന്നപ്പോൾ ഞാനാണ് സത്യത്തിൽ, എനിക്കത് വലിയ വിഷമമായി. ഇത് നോക്കിയപ്പോൾ പല സ്ഥലങ്ങളിലും ഓഫീസുകളിലൊക്കെ ഈ ഹൈലി ക്വാളിഫൈഡായ ആളുകൾ ഈ ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റിലേക്ക് വരുന്നുണ്ട്. എല്ലാ ജോലിക്കും മഹത്വമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ആ ഒരു വിശ്വാസത്തിലല്ല പലരും ഈ ജോലി സ്വീകരിക്കുന്നത്. എന്തെങ്കിലും ഒരു ജോലി എന്നുള്ള രീതിയിലാണ് സ്വീകരിച്ചിരിക്കുന്നത്. ജോലിയുടെ മഹത്വത്തെക്കുറിച്ചൊന്നും വിശ്വസിച്ചിട്ടല്ല എടുത്തു പറയുന്നു. ഇവർ താൻ ആ ഓഫീസിലെ അറ്റൻഡൻറ്റ്, പണ്ട് പ്യൂണെന്നാണ് പറയുന്നത്, അറ്റൻഡൻറ്റിൽ നിന്ന് ഇപ്പോൾ പുതുതായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ആ അറ്റൻഡൻറ്റ് ആണെന്ന് പറയാൻ അവർക്ക് മടിയുണ്ട്. അത് അവരുടെ ഒരു പ്രത്യേകിച്ച് ചെറുപ്പക്കാരല്ലേ, മടിയുണ്ടാവും. ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ചാൽ മടി, പെൺകുട്ടികൾക്ക് അത് പറയുന്നതിന് പ്രത്യേകിച്ച് വലിയ മടിയൊന്നുമില്ല, അവരത് തുറന്ന് പറയും. ആൺകുട്ടികൾ മടി എന്ന് മാത്രമല്ല, പല ഫയലുകളിലൊക്കെ ഇവരെ കൊടുത്താൽ ഇവർ കൈ വെക്കില്ല, പാൻറ്റിൻ്റെ പോക്കറ്റിട്ട്. ഇത് കണ്ടിട്ടുള്ള ആളാണ്. ഇതൊരു ശരിയായ പറയും. അതുമാത്രമല്ല, അവർക്ക് ആ ജോലിയോട് യാതൊരു സിൻസിയറിറ്റി ഇല്ല. അവർക്ക് അടുത്ത ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഗ്യാപ്പ്, ഒരിടത്താവളമായിട്ടാണ് അവർ കാണുന്നത്. ആ ജോലി ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയില്ല. അത് വലിയ അപകടമാണ്. എന്ന് മാത്രമല്ല, ഈ ജോലി കിട്ടി ജീവിതം എന്തെങ്കിലും ഒന്ന് പച്ചപിടിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ഒരു SSLC പാസ്സായ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി തോറ്റ ഒരാൾ, അത്തരം ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ആ പോസ്റ്റ്. അത്രേ ആവശ്യമുള്ളൂ. അവരുടെ അത്തരം ആളുകളെ അവിടെ ആവശ്യമുള്ളൂ. അതിലേക്ക് ചുരുക്കണം എന്നൊരാശയം ചർച്ച വന്നു. ഞാനത് വളരെ ശക്തമായിട്ട് അതിന് നിന്ന ആളാണ്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ അന്ന് അതിനും തീരുമാനമെടുത്തു, ഡിഗ്രി പാടില്ല. ഡിഗ്രി തോറ്റവരെ അംഗീകരിച്ചു. ഞാൻ പറഞ്ഞു ഡിഗ്രി പഠിച്ച ആളുകളെ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. പക്ഷേ ഒരു കോംപ്രമൈസ്, ഒരു കോൺസെൻസസിൻ്റെ ഭാഗമായിട്ട് ഡിഗ്രി ജയിച്ച ആളുകളെ ഒഴിവാക്കണമെന്ന് അടുത്ത കാലത്താണ് അത് തീരുമാനമായത്. അടുത്ത കാലത്ത് കണ്ടത് പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അത്രയും കാലം എടുത്തു. അത് എൻ്റെ പിന്നെ ഈ സ്പെഷ്യൽ റൂൾസ് അമെൻഡ് ചെയ്ത് പുതിയ സ്പെഷ്യൽ റൂൾസ് ഉണ്ടാക്കി അതിൻ്റെ അസൻ്റെയൊക്കെ കിട്ടി വരുമ്പോഴത്തേക്ക് അത്രയും സമയം എടുക്കും നടപ്പിലാക്കാൻ വേണ്ടി. പക്ഷെ നടപ്പിലായി. അത് വലിയൊരു മാറ്റം തന്നെയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ തൊഴിലവസരങ്ങൾ നിങ്ങൾ നിഷേധിച്ചില്ലെന്ന് അതിനകത്തൊരർത്ഥവുമില്ല. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള എല്ലാ ജോലിയും കിട്ടിയില്ലെങ്കിലും മിനിമം നിലവാരത്തിലുള്ള ജോലിയെങ്കിലും കിട്ടണം. അതിനുവേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ ഇത് അവരവിടെ ഒതുങ്ങി എല്ലാവരും ഒന്നും കയറിപ്പോകാൻ പോകുന്നില്ല, ഒതുങ്ങിക്കൂടും. അത് ആ സർവീസിനെ ബാധിക്കും, സ്ഥാപനത്തെ ബാധിക്കും, മറ്റുള്ളവരുടെ അവസരം, അർഹതപ്പെട്ട കുറേ ആളുകളുടെ അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. യവന് വേറെ ജോലിക്ക് അപ്ലൈ ചെയ്യാമല്ലോ. മറ്റേ ഒരു SSLC വരെ പാസ്സായ അല്ലെങ്കിൽ +2 വരെ മാത്രം പഠിച്ച ഒരു കുട്ടിക്ക് മറ്റ് ഹയർ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ കഴിയാത്ത ഒരു കുട്ടിക്ക് വേറൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവനാകെ കിട്ടാവുന്ന ജോലി ഈ LD ക്ലർക്കും അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡുമാണ്. അത് മറ്റുള്ളവരും ഡിഗ്രിക്കാരും പോസ്റ്റ് ഗ്രാജുവേറ്റുകളും ഡോക്ടറേറ്റുള്ളവരും കൂടെ വന്നാലോ അത് പാടില്ല എന്നുള്ള ശക്തമായ അഭിപ്രായമുണ്ട്. നടപ്പിലാക്കിയതിനെ സ്വാഗതം ചെയ്യുന്നു ഞാൻ. അത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടവരിൽ ഒരാളായിരുന്നു ഞാൻ. അത് 2 സൈഡിലും പറയാം. പിന്നെ പോലീസിൽ എന്നുള്ളത് അത് അതിൻ്റെ യോഗ്യത ഡിഗ്രി ആക്കണമെന്നുള്ള അഭിപ്രായമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. പോലീസിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ മാറ്റണം.
പോലീസ് എന്ന് പറഞ്ഞാൽ തല്ലാനും പിടിക്കാനും തെറി പറയാനുള്ള ഒരു അല്ല. അത് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന, സമൂഹമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകേണ്ട ഒരു വിഭാഗമാണ്. അത് ആധുനിക രീതി സങ്കല്പങ്ങളനുസരിച്ച് പോലീസ് സാമൂഹ്യ പ്രവർത്തകരായിട്ട് ആണ് അവരുടെ കോൺസെപ്റ്റ് അതാണ്. ആ രീതിയിലാകുമ്പോൾ അവർ ക്വാളിഫൈഡ് ആയിരിക്കണം. അവർ ഡിഗ്രിയും അതിന് മുകളിലുള്ളവരായാലും കുഴപ്പമില്ല. അതിനനുസരിച്ചുള്ള പിന്നെ റെമ്യൂണറേഷനും അവർക്ക് നൽകണം. അതിനനുസരിച്ചുള്ള റെപ്യൂട്ടേഷനും അല്ലെങ്കിൽ സ്റ്റാറ്റസും അവർക്ക് നൽകണം. അങ്ങനെ വേണമെന്നുള്ള അഭിപ്രായക്കാരാണ്. അല്ല പഴയ പോലീസ് എന്നുള്ള സങ്കല്പം അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിനകത്ത് കുറേ ചെറുപ്പക്കാർ അതിൻ്റെ മാറ്റം ഉണ്ടല്ലോ. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ പോലീസിൽ ഇപ്പോൾ പഴയ സ്വഭാവത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു മോബിനെയൊക്കെ നേരിടുന്ന സമയത്ത് പോലീസ് കുറച്ച് ഫോഴ്സൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നതല്ലാതെ ഈ തെറി വിളിക്കൽ, സ്റ്റേഷനിൽ ചെല്ലുന്നവരെ അധിക്ഷേപിക്കണമെന്നും ഇപ്പോൾ ഇല്ല. വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റമൊക്കെ പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്ന ഇവർ വിദ്യാഭ്യാസമുള്ളവരായതുകൊണ്ട്. അപ്പോൾ അത് അവിടെ ആ മേഖലകളിലൊക്കെ ക്വാളിഫിക്കേഷൻ വർദ്ധിക്കും. അത് ഓരോ തസ്തികയുടെ ജോലി സ്വഭാവവും അവർ ഇടപഴകുന്ന ആളുകളുടെ വലിപ്പവും ഒക്കെ കണക്കിലെടുത്ത് വേണം ഓരോ തസ്തികൾക്കും ക്വാളിഫിക്കേഷൻ നിശ്ചയിക്കേണ്ടത്. എന്തായാലും അറ്റൻഡൻറ്റ് പോസ്റ്റിന് ഡിഗ്രി വേണ്ട. അക്കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇപ്പോൾ സാറ് RS പണിക്കർ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്കും മുൻ PSC മെമ്പർ എന്നുള്ള നിലയ്ക്കൊക്കെ നമ്മൾ സംസാരിച്ചു. അതിൻ്റെയൊക്കെ ഉപരി സാറിപ്പോൾ ഈ ഒരു വാർദ്ധക്യത്തിലെത്തുമ്പോഴും ആഫ്റ്റർ റിട്ടയർമെൻ്റ് ഒരു നടനുകൂടിയായിട്ട് ഉള്ളതാണ്. നമ്മൾ കാതൽ എന്ന് പറയുന്ന മമ്മൂട്ടി അഭിനയിച്ച വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു സിനിമയിൽ സാർ അഭിനയിച്ചു. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളും കൂടി ഒന്ന് പങ്കുവയ്ക്കാം. അല്ല, വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ സിനിമാ രംഗത്തേക്ക് വന്നത്. എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാനൊരു സിനിമ ഉണ്ടായിരുന്നില്ല. നാടകത്തിലൊക്കെ അഭിനയിക്കാനത് സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ നാടകത്തിൽ, പിന്നെ യൂണിവേഴ്സിറ്റി വന്നപ്പോഴും നമ്മുടെ സംഘടനയുടെ വാർഷികത്തിനൊക്കെ ഈ തട്ടിക്കൂട്ട് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടാവും. സിനിമ നമ്മുടെ ഒരു സ്വപ്നത്തിൽ പോലുള്ള ഒരു കാര്യമില്ല. നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, സ്വപ്നം കാണാത്ത ഒരു മേഖലയിൽ വന്നത് തികച്ചും യാദൃച്ഛികമാണ്. ഒരു സുഹൃത്ത് മുസ്തഫ എൻ്റെ ഒരു അയൽവാസിയാണ്. അദ്ദേഹം ഒരു സംവിധായകനാണ്. അപ്പോൾ ഈ കാതൽ സിനിമയുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീ ജിയോ ബേബി പറഞ്ഞു, ഈ മമ്മൂട്ടിയുടെ ഫാദറായിട്ട് നമുക്കൊരു പുതുമുഖത്തെ കിട്ടിയാൽ കൊള്ളാം. അതിനെപ്പറ്റി ആരെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ, വല്ല നാടകത്തിൽ നിന്നോ അങ്ങനെയുള്ള ഒരു പുതുമുഖങ്ങളെ തരുന്നു. അപ്പോൾ ശ്രീ മുസ്തഫയാണ് മമ്മൂട്ടിയോട് പറഞ്ഞ്, എൻ്റെ അയൽവാസിയും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ആളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നാടകങ്ങളിലൊക്കെ ചിലപ്പോൾ അഭിനയിച്ച് മൂപ്പര് കണ്ടിട്ടുണ്ട്. മൂപ്പര് ചെറിയ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയം അദ്ദേഹത്തെ ഒന്ന് കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് അവരൊരു ദിവസം വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. എന്നെ വിളിച്ചിട്ട് വന്നു. ജിയോ ബേബിയുണ്ട്, മുസ്തഫയുണ്ട്, ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഉണ്ട്, ഒരു അസോസിയേറ്റ് ഡയറക്ടറും ഉണ്ട്. അവർ വെറുതെ എന്നോട് ഞാൻ സംസാരിച്ചോളൂ, സാറേ ഇങ്ങനെ ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, മമ്മൂട്ടിയുടെ സിനിമയാണ്, മമ്മൂട്ടിയാണ് ജ്യോതിയാണ് അതിനകത്ത് ലീഡ് റോൾസ്, സാറിന് മമ്മൂട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിക്കാൻ സാറിന് പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കെന്താ സന്തോഷമല്ലേ ഉള്ളൂ മമ്മൂട്ടിയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ. മമ്മൂട്ടിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്ന പോലും നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമില്ല, അഭിമാനമല്ലേ. ഞാൻ തയ്യാറാണ്, എന്നെ പറ്റുമോ നിങ്ങൾ ആലോചിച്ചാൽ മതി, നോക്കാം, സാറിന് പറ്റും എന്നവർ പറയുകയും എനിക്കൊരു ഡേറ്റ് തരികയും ചെയ്യുന്നു. എൻ്റെ ഇടയ്ക്ക് പോകുന്നു. ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമ ലൊക്കേഷനിൽ പോകുന്നത്, മമ്മൂട്ടിയെ കാണുന്നത്, ജിയോ ബേബിയെ കാണുന്നത്. ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ കഴിഞ്ഞു. അതൊരു പുതിയ മേഖലയാണ്, ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ സാറിന് ഇനിയും ഒരുപാട് സിനിമകളിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നമ്മളുടെ അക്കാഡമിക് ആയിട്ടുള്ള മേഖലകളിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ സാധിക്കട്ടെ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ എല്ലാ ആശംസകളും. ഇത്രയും നേരം സഹകരിച്ചതിന് സാറിന് പ്രത്യേകം നന്ദി. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി.